കോഴിക്കോട് ട്രെയിനിന് നേരെയുണ്ടായ കല്ലേറിൽ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. പുറമേരി സ്വദേശിനി ഐശ്വര്യ രാമകൃഷ്ണനാണ് പരിക്കേറ്റത്. കടലുണ്ടിക്കും ഫറോക്കിനും ഇടയിൽ വെച്ചാണ് കല്ലേറുണ്ടായത്. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. അത് വലിയ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ്. എന്താണ് ഈ കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? ഈ പ്രതിക്കായുള്ള അന്വേഷണം, അതിന്റെ പുരോഗതി? ഷഹദ് റഹ്മാൻ. ഇപ്പോൾ പെൺകുട്ടിയുടെ പിതാവ് ഇപ്പോൾ റിപ്പോർട്ടറിനൊപ്പം ചേരുകയാണ്. അച്ഛാ, ശരിക്കും എന്താണ് ഇന്നലെ സംഭവം ഉണ്ടായിട്ടുള്ളത്? കോളേജ് എക്സാമിൻ്റെ സ്റ്റഡി ലീവിന് വിട്ടതാണ്. വീട്ടിൽ വരുന്ന വഴിയിൽ കടലുണ്ടിക്കും ഫറൂഖിനിടയിൽ വെച്ച് ട്രെയിനിന് നേരെ കല്ലേറുണ്ടായി. കല്ലേറിൽ പരിക്ക് പറ്റുകയും താടിയെല്ല് പൊട്ടുകയും പല്ലിൻ്റെ മേലെ പല്ലിൻ്റെ ഭാഗം ഉള്ളിലിട്ട് പോവുകയും ചെയ്തിരുന്നു. എപ്പോഴാണ് നിങ്ങൾ അറിയുന്നത്? 9:30 ഈ ട്രെയിൻ ഇവിടെ പാസ് ചെയ്തു പോകുന്നത്? 9:50 എന്നെ വിളിക്കുന്നൊരു 10 മണിക്കാണ്. സഹയാത്രികരാണ് എന്നെ വിളിക്കുന്നത്. ഇതിപ്പം റെയിൽവേ പോലീസിനെ വിവരം അറിയിച്ചു, അതുപോലെ തന്നെ ഫറൂഖ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ റെയിൽവേ പോലീസാണ് ഇവിടെ ഒരു സഹയാത്രികർ റെയിൽവേ പോലീസിനെ ഏൽപ്പിച്ച് അവരാണ് ബീച്ച് ആശുപത്രി കൊണ്ട് ഇപ്പോൾ തിരിച്ച് ഇവിടുത്തെ നടക്കൂല, നിങ്ങൾ വേറെ മെഡിക്കൽ കോളേജിലോ മറ്റേ സ്വകാര്യ ആശുപത്രിയിലോ കൊണ്ടുപോകണം, ഇത് കൂടുതൽ പരിക്കുണ്ട്, അതുകൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ്. ഇതിപ്പം പോലീസ് എന്താണ് പറഞ്ഞിട്ടുള്ളത് ഈ വിഷയത്തിൽ? ഈ സംഭവം നടക്കുന്നത് ഫറൂഖ് സ്റ്റേഷൻ പരിധിയിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഫറൂഖ് സ്റ്റേഷൻ സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കണമെന്നാണ് പറഞ്ഞത്. മോള് സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാണോ? സംസാരിച്ചാൽ അറിയില്ല എന്താ പറയുന്നത്. എന്തായാലും കുട്ടിയുടെ സർജറി ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംഭവത്തിൽ RPF ഒപ്പം തന്നെ കേരള പോലീസും അന്വേഷണം നടത്തി വരികയാണ്. പ്രതികളെ ഉടൻ തന്നെ പിടികൂടും എന്നുള്ളതാണ് പ്രതീക്ഷ.